യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ നമ്മുടെ ക്യാപ്സ്യൂൾ വീഡിയോയുടെ 5ാമത്തെ പാഠമാണ് ഓർഗനൈസിങ്. നമ്മുടെ എക്സാമിലേക്ക് നമ്മളെ പാസ് മാർക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോഫാർ നമ്മൾ 4 ചാപ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ചെക്കൗട്ട് ചെയ്യുക, വീഡിയോ കാണാം. ഇത്തവണ എക്സാം ഞാൻ ബിസിനസ്സിന് പാസ്സാകുമെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നവരെല്ലാവരും എന്തായാലും പാസ്സാകും. കാരണം നമുക്ക് നമ്മളുടെ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് എൻറ്റയർ യൂണിവേഴ്സ് നമ്മളെ ഒരു കാര്യം ആഗ്രഹിച്ചത് നേടിത്തരാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിൽക്കും. അത് ട്രൂത്താണ്. നമ്മുടെ എനർജി എങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു അവിടെയാണ് റിസൾട്ട് ഉണ്ടാകുക. അപ്പോൾ എക്സാം പാസ്സാകുന്നതിലേക്ക് വേണം നമ്മുടെ എനർജി നമ്മുടെ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ ഷുവറായിട്ടും പാസ്സാകും, ഉറപ്പാണ്. താഴെ കമൻറ്റ് ചെയ്താൽ മതി. സോ ചാപ്റ്റർ 5 ഓർഗനൈസിങ്. ഓർഗനൈസിങ് അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ്. അപ്പോൾ അതിൽ കംപ്ലീറ്റ് നോക്കുകയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് 48 മാർക്ക് പാസ്. സോ ഓർഗനൈസിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നതിലൂടെ സ്പെഷ്യലൈസേഷന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. പിന്നെ കൃത്യമായിട്ട് ഓരോരുത്തർ വർക്ക് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ആരാണ് സുപ്പീരിയർ, ആരാണ് സബോർഡിനേറ്റ് എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാകും. റിസോഴ്സസ് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യും. എന്ത് മാറ്റം വന്നാലും അതിനൊത്ത് മാറ്റം വരുന്ന ഒരു എംപ്ലോയീസ് ആയിരിക്കും ഉണ്ടാകുക. നല്ല രീതിക്ക് അവിടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പേഴ്സണൽ എംപ്ലോയീസിന്റെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ ഗ്രോത്തിനും എക്സ്പാൻഷനും ഹെൽപ്പ് ചെയ്യും. ഇനി ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ്. 2 രീതിയിലുള്ള സ്ട്രക്ചർ ആണുള്ളത്. ഫങ്ഷണൽ സ്ട്രക്ചർ ഉണ്ട്, ഡിവിഷണൽ സ്ട്രക്ചർ ഉണ്ട്. ഫങ്ഷണൽ സ്ട്രക്ചർ ചോദിക്കുമ്പോൾ ഈ പിക്ചർ വരച്ചു വയ്ക്കാം. അതായത് മാനേജിംഗ് ഡയറക്ടർ, അയാളുടെ കീഴിൽ പല പല ഫങ്ഷൻസ്, HR ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, പർച്ചേസിംഗ്, ഫൈനാൻസ്, അങ്ങനെ ഫങ്ഷൻസ് അനുസരിച്ചിട്ട് ഒരു ഓർഗനൈസേഷനെ നമ്മൾ തരം തിരിച്ചിരിക്കുന്നത് എങ്കിൽ അതിനെ ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയും. അപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? സ്പെഷ്യലൈസേഷനിലേക്ക് നയിക്കും. ഫങ്ഷണൽ സ്ട്രക്ചർ സ്പെഷ്യലൈസേഷനിലേക്ക് നയിക്കും. ആദ്യത്തെ അഡ്വാൻറ്റേജ് ആണ് സ്പെഷ്യലൈസേഷനിലേക്ക് നയിക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തേതാണ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും നമുക്ക് എളുപ്പമാണ്. എഫിഷ്യൻസി ഇൻക്രീസ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതിലൂടെ പ്രോഫിറ്റ് ഇൻക്രീസ് ആകും. ഒരാളുടെ അവിടെ ഒന്നും ഡ്യൂപ്ലിക്കേഷൻ ഇല്ല. ഒരേ ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളൂ, ഒരേ ഒരു ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളൂ. അതുകൊണ്ട് ഡ്യൂപ്ലിക്കേഷൻ ഇല്ല. എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കാൻ എളുപ്പമാണ്. ഓരോ ഫംഗ്ഷനും അതിൻ്റെതായ അറ്റൻഷൻ കിട്ടും. ഡിസഡ്വാൻറ്റേജ് ആണെന്നുണ്ടെങ്കിലോ ഫങ്ഷണൽ സ്ട്രക്ചറിന് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സിന് അവർ ഇമ്പോർട്ടൻസ് അധികം കൊടുക്കുന്നില്ല. പിന്നെ കോർഡിനേഷൻ്റെ പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ പല ഡിപ്പാർട്ട്മെന്റിലേക്ക് തമ്മിൽ ഇവരുടെ ഇൻട്രസ്റ്റുകൾ തമ്മിൽ യോജിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ ഫ്ലെക്സിബിലിറ്റിയുടെ ഒരു പ്രശ്നം വരും. ദെൻ അടുത്താണ് ഡിവിഷണൽ സ്ട്രക്ചർ. ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് അത് വരുന്നത്. കോസ്മെറ്റിക്സ്, ഗാർമെന്റ്സ്, ഫുഡ് വെയർ, സ്കിൻ കെയർ, അങ്ങനെ പല പല പ്രോഡക്റ്റ് ഉണ്ടാകും. ആ ഓരോ പ്രോഡക്റ്റിന്റെ കീഴിലും ഫങ്ഷണൽ സ്ട്രക്ചർ വരും. ഈ പറഞ്ഞ HR ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, പർച്ചേസിംഗ്, ഫൈനാൻസ് പറഞ്ഞിട്ട് ഓരോന്നിന്റെയും താഴെ വരും. സോ അപ്പോൾ അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ആദ്യത്തെ ഡിസഡ്വാൻറ്റേജ് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് അവിടെ എന്ന് പറയുന്നത്? ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്സ് അവിടെയുണ്ട്. അഡ്വാൻറ്റേജ് നോക്കാം. അവിടെ പ്രൊഡക്റ്റ് സ്പെഷ്യലൈസേഷൻ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഓരോ പ്രൊഡക്റ്റിലേക്ക് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഏതിൽ നിന്നാണ് ലാഭം, ഏതിലാണ് നഷ്ടം എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഫ്ലെക്സിബിൾ ആണ്. ബിസിനസിന്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. കാരണം പുതിയ പ്രോഡക്റ്റ് നമുക്ക് ആഡ് ചെയ്യാം, മറ്റേതിനെ ബാധിക്കുന്നില്ല. ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ പല ഡിവിഷൻസ് തമ്മിൽ കോൺഫ്ലിക്റ്റ് വരും ഫണ്ടിന്റെ അലോക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട്. പിന്നെ ഡ്യൂപ്ലിക്കേഷൻ ഒത്തിരി ഉള്ളതുകൊണ്ട് ചെലവ് കൂടും. ഇവർ ഇൻഡിപെൻഡന്റ് ആയിട്ട്, ഇപ്പോൾ കോസ്മെറ്റിക്സ് ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്, ഫുഡ് വെയർ ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റിന് പ്രാധാന്യം കൊടുക്കാൻ ചാൻസ് ഇല്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അതിന്റെ ഡിഫറൻസും പഠിക്കണം. ഇത് വേറെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് തന്നെ ആ പറഞ്ഞ കാര്യങ്ങൾ ഡിഫറൻസ് ആക്കി അങ്ങോട്ട് എഴുതിയാൽ മതി. ദെൻ ഫോർമൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ. സിമ്പിൾ ആയിട്ട് ഓർത്താൽ മതി. സ്കൂളിൽ ഒരു ഫോർമാലിറ്റി ഉള്ള സ്ട്രക്ചർ ഉണ്ടല്ലോ, അതാണ് ഫോർമൽ. ആ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഫോർമൽ ഓർഗനൈസേഷന്റെ ഇമ്പോർട്ടൻസ് അഡ്വാൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫോർമാലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ, അതായത് കൃത്യമായിട്ട് ആരോട് റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് റെസ്പോൺസിബിലിറ്റി നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്ട് അവിടെ ഇല്ല. ഒരാളുടെ അടുത്തുനിന്ന് മാത്രമേ കമാൻഡ് ഓർഡേഴ്സ് എടുക്കുള്ളൂ. ഗോൾസ് അച്ചീവ് ചെയ്യാൻ എളുപ്പമാണ്. ഓർഗനൈസേഷനിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് പ്രിൻസിപ്പളിനോട് എന്തെങ്കിലും പറയണമെങ്കിൽ ആദ്യം പോയി നമ്മൾ ക്ലാസ് ടീച്ചറോട് പറയണം, then HOD പറയും, HOD പ്രിൻസിപ്പളിലേക്ക് കൈമാറും. അങ്ങനെ അപ്പോൾ പ്രൊസീജിയറൽ ഡിലേ വരും. ഇത് സ്കൂളിലെ എക്സാമ്പിൾ ഇട്ടതാട്ടോ. ഓർഗനൈസേഷനിലാകുമ്പോൾ ഇങ്ങനെ മുകളിലെ ലെവലിലേക്ക് പറയണമല്ലോ. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ ഡിലേ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. എല്ലാ ഹ്യൂമൻ റിലേഷൻഷിപ്പും അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്.
ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടാവില്ലേ, അതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അതിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റും. അവിടെ ഒരു വേ ഒന്നും ഇല്ലല്ലോ, പ്രത്യേകിച്ച് ഒരു പ്രിസ്ക്രൈബ്ഡ് വേ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എംപ്ലോയീസിൻ്റെ സോഷ്യൽ നീഡ് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓർഗനൈസേഷനിലെ ഒബ്ജക്റ്റീവ് ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ റൂമർ പെട്ടെന്ന് സ്പ്രെഡ് ആകും അല്ലേ. അതുപോലെ തന്നെ ഈ ഫ്രണ്ട്സ് ഒരു ഗ്യാങ് ആണെന്നുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് നിന്ന് ചിലപ്പോൾ ഓർഗനൈസേഷനെ എതിർക്കും, പിന്നെ അത് ഓർഗനൈസേഷൻ ചിലപ്പോൾ ഹാംഫുൾ ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെയും ഡിഫറൻസ് പഠിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വെച്ചിട്ട് ഡിഫറൻസ് ആക്കി എഴുതിയാൽ മതി, 6 മാർക്കും ചിലപ്പോൾ ചോദിക്കും. ദെൻ ഡെലിഗേഷൻ എന്ന് വെച്ചാൽ സിമ്പിൾ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ സ്കൂളിൽ ടീച്ചർ വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്കൂൾ ലീഡറിനെ ഏൽപ്പിക്കാറില്ല, അതാണ് ഡെലിഗേഷൻ. അതായത് അതോറിറ്റി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു താഴെയുള്ള സബോർഡിനേറ്റിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഡെലിഗേഷൻ്റെ എലമെന്റ് എന്തൊക്കെയാണ്? അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി. അപ്പോൾ ആ ഡെലിഗേഷൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് എഫക്റ്റീവ് ആകും, നമുക്ക് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കാം. എംപ്ലോയിനെ പുതിയ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്, എംപ്ലോയിക്ക് ഒരു ഡെവലപ്മെൻറ്റ് കിട്ടും, അവരത് മോട്ടിവേറ്റ് ചെയ്യും, എംപ്ലോയിയുടെ ഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യും, പിന്നെ അതുപോലെ തന്നെ നല്ലൊരു കോർഡിനേഷൻ കൊണ്ടുവരാനും ഇത് സഹായിക്കും. അത്രയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. 48 മാർക്സിലേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക്